അത് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഒരാളെ കുറ്റം പറയുമ്പോൾ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലായിട്ട് ഈ ആറ്റിറ്റ്യൂഡ്, ഈശോയുടെ ആറ്റിറ്റ്യൂഡ്, എന്റെ കണ്ണിൽ ഞാൻ അത്ര നല്ലതൊന്നല്ല, എന്റെ അത് ഓട്ടോമാറ്റിക്കലി വരും. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ വരണ്ടേ? ആൾക്കാർ പ്ലഷറിന്റെ പിന്നാലെ പോവാ. ഇങ്ങനെ കറക്റ്റ് ചെയ്യാനൊന്നും ആർക്കും താല്പര്യമില്ല. ഈ തടിക്കഷണ കരട അതൊന്നും അതങ്ങനെ, അതായത് അതാണ് ഈ ഒരു നല്ല വാല്യൂസിൻ്റെ ഒരു സിസ്റ്റം വേണം എന്ന് തന്നെ ഇല്ല. അപ്പോൾ ഈശോയുടെ ഒരു അധ്യാപന രീതി, ഈശോ പഠിപ്പിക്കുന്ന രീതി, ഈശോ ഇങ്ങനെ തടി കഷ്ണം എടുത്ത് മാറ്റൂ, കരട് അങ്ങനെ പറഞ്ഞ് ആരും കേൾക്കില്ല എന്നറിയാം. വല്ലപ്പോഴാണ് ഈശോ അങ്ങനെ സ്ട്രേറ്റ് അങ്ങനെ പറയണേ. അത് ഏത് കോണ്ടെക്സ്റ്റിലാണ് അങ്ങനെ പറയണേ? തടി കഷ്ണം അന്യരെ വിധിക്കരുതെന്നാണ് ചാപ്റ്ററിന്റെ ഹെഡിങ്. അതില് കുറച്ചധികം വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ വിധിക്കരുത്. അതാണ് പോയിന്റ്. ഒരാളോട് വിധിക്കരുതെന്ന് പറഞ്ഞ എന്തപ്പോ ചെയ്താല്? അപ്പൊ ഈശോ പറഞ്ഞു, നീ വിധിച്ചാലേ ഒരു പ്രശ്നമുണ്ട് അവിടെ, നീയും വിധിക്കപ്പെടും. അപ്പൊ കുറച്ചൊന്ന് ചിന്തിക്കോ, ഇത് നമുക്കിട്ട് പണിയാവൂലോ.